ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഈ കഴിഞ്ഞ വർഷം ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിറ്റ് 11.5 കോടി രൂപയോടും ലാഭമുണ്ടാക്കി. എങ്കിൽ പിന്നെ ഈ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഈ യൂസർ ഫീസ് അങ്ങ് ഒഴിവാക്കിക്കൂടെ? ഇതുപോലെ ഈ ആക്രി സാധനങ്ങൾ, വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ കോടികൾ ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കൊരു ഫ്രീ ഒരു സേവനം അതിൽ നൽകിക്കൂടെ? ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു വഴിക്ക് പോവുകയാണെങ്കിൽ റോഡ് സൈഡുകളിൽ അല്ല, ഒരു മഴ പെയ്യുമ്പോൾ തോട്ടിൽ കൂടി എന്തോരാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം, ഈ കുപ്പികൾ ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യം എന്തോരാണ് ഒഴുകി വരുന്നത്. അത് അവിടെ കിടക്കുകയല്ലാതെ ഇവരാരെങ്കിലും അത് ശേഖരിക്കുന്നുണ്ടോ? പിന്നെ എല്ലാവരും പറയും ഒരു 50 രൂപ അല്ലെ 100 രൂപ അല്ലേ ഉള്ളൂ, അത് ഇങ്ങ് കൊടുക്കാൻ മേലെയാണ്. അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, ഞാൻ എല്ലാ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും കയ്യിൽ ഒരു സഞ്ചിയായിട്ടാണ് പോകുന്നത്. പരമാവധി സഞ്ചിയിലാണ്, ഈ ഷിമ്മി കവർ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ഈ സാധനങ്ങൾ മേടിക്കുന്നത് ഈ സഞ്ചിയിലാണ് മേടിക്കുന്നത്. അത് മേടിച്ചുകൊണ്ട് ഇരുന്നു. അപ്പം ഒരു ഏകദേശം നമ്മളൊരു 30 വർഷം മുമ്പൊന്ന് നോക്ക്, അന്ന് എല്ലാവരും ഒരു സഞ്ചിയൊക്കെ ആയിട്ടാണ് കടകളിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടിരുന്നത്. അന്നിങ്ങനെ ഈ പ്ലാസ്റ്റിക് മാലിന്യം അങ്ങനെ ഒരു സംഗതിയില്ല. എല്ലാ സ്ഥലങ്ങളും തന്നെ ക്ലീൻ ആയിരുന്നു. അത് നിങ്ങൾക്കൊന്ന് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലായിരുന്നു. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആ ഉൽപ്പാദിപ്പിക്കുന്നിടത്തു നിന്ന് തടയുകയാണെങ്കിൽ ഇത് ഒരു കാരണവശാൽ വിപണിയിലേക്ക് വരികയല്ലോ. അത് തടയുകയില്ല. അതിന് ടാക്സ് കിട്ടുമല്ലോ. ടാക്സ് വേണമല്ലോ, അത് സർക്കാരിന് വേണം. എന്നിട്ടോ ഇത് വിൽക്കുന്ന കടകളിലേക്ക് ഇവർ റെയ്ഡ് നടത്തി കടക്കാർക്ക് പിഴ കൊടുക്കുന്നു. ഈ പാവപ്പെട്ട കടക്കാർ, ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് വാങ്ങി വിൽക്കുന്ന കടക്കാർക്ക് പിഴയും ഒക്കെ, അവർക്കാണ് ശിക്ഷ. അത് തടയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കുത്തക മുതലാളിമാരുടെ സൂപ്പർ മാർക്കറ്റുകൾ, ആ സൂപ്പർ മാർക്കറ്റിലെല്ലാം 1 കിലോ 2 കിലോ എല്ലാം പാക്കറ്റുകൾ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ നിറച്ചതാണ്. അപ്പം അത് മാത്രമല്ല, മിക്ക വീടുകളും നമുക്കറിയാം, ഇത് ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2-3 മാസം കൂടുമ്പം കുറച്ച് പ്ലാസ്റ്റിക് എന്തെങ്കിലും വരുള്ളൂ. അപ്പോൾ ഇത് ശേഖരിക്കുന്നത്, അപ്പോൾ ഓരോ വീടുകളിലും ആ ശേഖരിക്കുന്ന ആ മാസം മാത്രം യൂസർ ഫീസ് വാങ്ങിയാൽ പോരെ. ഇതങ്ങനെയല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ യൂസർ ഫീസ് തന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കടകളിൽ നിന്ന് നമ്മൾ സഞ്ചി കൊണ്ട് പോയി മേടിക്കുന്ന അവർ മണ്ടന്മാർ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരണം, എന്നാലല്ലേ ഇത് മാസം കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലേ, അങ്ങനെ പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. പരമാവധി ജനങ്ങളെ ഇത് ഒഴിവാക്കാനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ഈ ബിൽഡിംഗ് ടാക്സുകൾ, സ്ഥലത്തിൻ്റെ ടാക്സുകൾ, ഇതുകൊണ്ട് ഈ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിന് മുഴുവൻ ടാക്സ് സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജനങ്ങൾ ടാക്സ് അടയ്ക്കുമ്പോൾ ഈ ഒരു സേവനമെങ്കിൽ ജനങ്ങൾക്ക് ചെയ്തുകൂടെ? ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പലരും ഇങ്ങനെ ചോദിക്കുന്നത് 50 അല്ല 100 രൂപ അല്ലേ ഉള്ളൂ, അതും കൊടുക്കാൻ മേലെ. അതല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ജനങ്ങൾക്കും തിരിച്ചു ഒരു സേവനം ഗവൺമെൻറ് ചെയ്തു കൊടുക്കണ്ടേ? ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങളാണേലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ശരിയാണോ തെറ്റാണോ? ഓക്കെ.